ഗസയെ കത്തിച്ചാമ്പലാക്കാനെത്തിയ 5 ഇസ്രായേലി സൈനികർ കൊല്ലപ്പെടുകയും 10 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരിക്കുകയാണ്. തിങ്കളാഴ്ചയാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. തിങ്കളാഴ്ച നഹൽ ബ്രിഗേഡ് എന്ന് പറയുന്ന ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ വിഭാഗത്തിൽപ്പെടുന്ന 5 സൈനികരാണ് ഇത്തരത്തിൽ സ്വയം ബോംബ് പൊട്ടിത്തെറിച്ച് കൊല്ലപ്പെട്ടത്. ഇവർ ഗസയിലെത്തി ഗസയിലെ ഒരു കെട്ടിടം ബോംബ് ഉപയോഗിച്ച് സ്ഫോടനത്തിലൂടെ തകർക്കാനുള്ള ശ്രമം നടത്തുകയായിരുന്നു. ഇതിനിടയിലായിരുന്നു ഈ 5 സൈനികർ നിന്നിരുന്ന കെട്ടിടം സ്വയം തകർന്നു വീഴുകയും അവരുടെ പക്കലുണ്ടായിരുന്ന ബോംബ് പൊട്ടിത്തെറിയുകയും ശേഷം സംഭവ സ്ഥലത്ത് തന്നെ വെച്ച 5 ഇസ്രായേലി സൈനികർ കൊല്ലപ്പെടുകയും 10 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തത് IDF ഇക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അതേസമയം IDF കൊല്ലപ്പെട്ട ഇസ്രായേലി സൈനികരുടെ കുടുംബവുമായി ആശയവിനിമയം നടത്തുന്നതായും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഏതായാലും ഗസയെ കത്തിച്ചാമ്പലാക്കാനെത്തിയ 5 ഇസ്രായേലി സൈനികർ അവരുടെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്ന ബോംബ് പൊട്ടിത്തെറിച്ച കൊല്ലപ്പെട്ടു എന്ന് പറയുമ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചും അത് വലിയൊരു തിരിച്ചടിയാണ്. അതേസമയം IDF ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. എങ്ങനെയാണ് ഈ ബോംബ് അവിടെ നിന്ന് പൊട്ടിയത്, അതായത് സൈനികരുടെ കയ്യിൽ നിന്ന് തന്നെ ഇതെങ്ങനെയാണ് പൊട്ടിയത്, അല്ലെങ്കിൽ ഈ സ്ഫോടനത്തിലൂടെ ഈ കെട്ടിടം തകരാനുണ്ടായിട്ടുള്ള കാരണമടക്കം IDF ഇപ്പോൾ പരിശോധിച്ചു വരികയാണ്. അതേസമയം ഹമാസും ഇസ്രായേലും തമ്മിലുള്ള ഈ വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾ ഇപ്പോൾ പുരോഗമിച്ചു വരികയാണ്. ജനുവരി 20 ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഉത്തരവ് അല്ലെങ്കിൽ ഒരു അപ്ഡേറ്റ് ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ചില അന്താരാഷ്ട്ര രാജ്യങ്ങൾ ഇടപെട്ടുകൊണ്ടാണ് ഇരുവരും തമ്മിലുള്ള വെടിനിർത്തലിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. ജനുവരി 20 ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു അപ്ഡേറ്റ് പുറത്തു വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ജനുവരി 20 വെടിനിർത്തൽ കരാറിൽ ഇരു കക്ഷികളും ഒപ്പിട്ടാൽ 400 ദിവസങ്ങളോളം നീണ്ടുനിന്ന ഈ ഫലസ്തീൻ ഇസ്രായേൽ യുദ്ധത്തിന് അല്ലെങ്കിൽ വെടിവെപ്പിന് അല്ലെങ്കിൽ ആക്രമണങ്ങൾക്ക് താൽക്കാലികമായിട്ടുള്ള ഒരു പരിഹാരം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം ഇസ്രായേലി സൈനികരെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ഭീഷണികൾ തന്നെയാണ് അവർ നേരിടുന്നത്. പല ഇസ്രായേലി സൈനികരും അവരുടെ ഗസ ദൗത്യത്തിന് ശേഷം വിശ്രമത്തിനായി മറ്റു രാജ്യങ്ങളിലേക്ക് ടൂറിന് വേണ്ടി പോകുമ്പോൾ അവിടെ നിന്നും അവർക്ക് ആക്രമണങ്ങൾ നേരിടുകയും നിയമ നടപടികൾ നേരിടുകയും ചെയ്യുന്നതിൻ്റെ കാഴ്ചകൾ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. കുറച്ചാഴ്ചകൾക്ക് മുമ്പ് ഒരു ഇസ്രായേലി സൈനികൻ തൻ്റെ ടൂറിന് വേണ്ടി അല്ലെങ്കിൽ വിശ്രമ ജീവിതത്തിന് വേണ്ടി ബ്രസീലിലേക്ക് പോയിരുന്നു. എന്നാൽ ബ്രസീൽ ഗവൺമെൻറ് അദ്ദേഹത്തിനെതിരെ ഇസ്രായേലിന് മേൽ യുദ്ധക്കുറ്റം ചാർത്തിക്കൊണ്ട് ഈ സൈനിക ഉദ്യോഗസ്ഥനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം നടത്തിയിരുന്നു. എന്നാൽ ഇസ്രായേൽ അംബാസിഡർ ഇടപെട്ടത് മൂലം ഈ രഹസ്യ വിവരം ഈ ഇസ്രായേലി സൈനികൻ അറിയുകയും ഇസ്രായേലി സൈനികൻ പിന്നീട് ഈ ബ്രസീലിൽ നിന്ന് ഓടി രക്ഷപ്പെടുകയും ചെയ്യുന്ന ഒരു വാർത്ത കുറച്ചാഴ്ചകൾക്ക് മുമ്പ് പുറത്തു വന്നിരുന്നു. ഇത്തരത്തിൽ യുദ്ധഭൂമിയിലും യുദ്ധഭൂമിക്ക് പുറത്തും വലിയ രീതിയിലുള്ള ഭീഷണികൾ തന്നെയാണ് ഇസ്രായേലി സൈനികർ നേരിടുന്നത്. അതിനിടയിൽ വലിയ രീതിയിൽ ഇസ്രായേലി സൈനികർക്കിടയിൽ ആത്മഹത്യയും വർദ്ധിച്ചതായി IDFന്റെ തന്നെ കണക്കുകൾ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ഗസയിൽ ജോലി ചെയ്തിരുന്ന ഇസ്രായേലി സൈനികർ ഗസയിൽ കണ്ട കാഴ്ചകളുടെ മാനസികാഘാതം മൂലം പിന്നീട് ആത്മഹത്യ ചെയ്യുന്നത് വർദ്ധിച്ചിരിക്കുന്നു എന്നാണ് IDFന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.